ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെളുത്ത മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഹെയർ ഡൈ ഓയിലിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഓയിൽ നമ്മൾ സൂപ്പർ നാച്ചുറൽ എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഒരു കെമിക്കലോ നമ്മുടെ വെളുത്ത മുടി കറുപ്പിക്കാനായിട്ട് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. സൂപ്പർ നാച്ചുറൽ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് മുടിയുടെ ആ ഒരു കളറിലേക്ക് മാറുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ടും നമുക്ക് ഈ ഒരു ഓയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങളിപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ചെറിയൊരു കളർ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു കറുത്ത നിറത്തിലേക്ക് നമ്മുടെ മുടി വരണം എന്നുണ്ടെങ്കിൽ നമ്മളത് അല്പനാൾ തുടർന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കറുപ്പ് കിട്ടുന്നത്. ഈ ഒരു ഓയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു 2-3 മണിക്കൂറെങ്കിലും നിൽക്കാനായിട്ട് നോക്കുക. എന്നതിന് ശേഷം വേണം ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട്. വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശുക്കക്കായുടെ പൗഡറോ അല്ലെങ്കിൽ ചെമ്പരത്തി താളിയോ ഉപയോഗിച്ചിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പം ഓയിൽ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ മുടിയിലേക്ക് സൂട്ടായിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഹെന്ന പൗഡറാണ്, മൈലാഞ്ചി പൗഡറാണ്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് ഇൻഡിഗോയുടെ പൗഡറാണ് കേട്ടോ. നീലയമരി പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള പൗഡർ മേടിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണിലാണ് ഈ പൗഡേഴ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ പൗഡർ 2 ടേബിൾ സ്പൂണും ഇൻഡിഗോയുടെ പൗഡർ നീലയമരിയുടെ ആ ഒരു പൗഡറും 2 ടേബിൾ സ്പൂണും എടുത്തിരിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നെല്ലിക്കയുടെ പൗഡറാണ്. നെല്ലിക്കാപ്പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്ന കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു അളവ് കേട്ടോ. എല്ലാം ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഉണ്ടാക്കാനായിട്ട് ഓയിലാണ് ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ചക്കിലാട്ടിയിട്ടുള്ള ഓയിൽ കേട്ടോ. അത് 150 ml ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു ഓയിൽ ഉണ്ടാക്കാനുള്ള അളവ്. ഇനി ഇതൊന്ന് കൂട്ടും കുറയ്ക്കൊക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കരിഞ്ജീരകം എടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടി 3 ടേബിൾ സ്പൂൺ എന്ന് ഞാൻ പറഞ്ഞത്. അതിന് 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി നമ്മൾ ഈ ഒരു കരിഞ്ജീരകത്തിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ജീരകവും ഈ ഒരു നെല്ലിക്ക പൗഡറും കൂടി നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് വറുക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ രണ്ടും ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത്. മാക്സിമം നിങ്ങൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെ വറുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഔഷധ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ കടായി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ കരിഞ്ജീരകവും അതുപോലെ തന്നെ നെല്ലിക്കയുടെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് ചൂടാക്കുകയാണ്, വറുത്ത് കൊണ്ടുവരികയാണ്. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് വറുക്കണമെങ്കിൽ അങ്ങനെയും വറുക്കാം കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ജീരകം നമുക്ക് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമല്ലോ, ആ സമയമാകുമ്പോൾ നമുക്ക് അങ്ങ് വറുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നെല്ലിക്കയുടെ പൗഡർ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെല്ലിക്കയുടെ പൊടി ചേർത്ത് നല്ല ചാർക്കോളിൻ്റെ കളർ ആവും വരെ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇതാണ് സെപ്പറേറ്റ് വറുക്കുന്ന ആ ഒരു രീതി. അപ്പോൾ ഞാനോട് രണ്ടും ഒരുമിച്ച് വറുത്തുകൊണ്ട് നല്ലൊരു കോഫി കളറാകുമ്പോൾ നമുക്ക് നല്ല കട്ടും കാപ്പി നിറത്തിലാവുമ്പോൾ നമ്മളതങ്ങ് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എൻ്റെ ഈ ഒരു കൂട്ട് നമ്മുടെ കരിഞ്ജീരകവും നെല്ലിക്കയുടെ പൊടി നന്നായിട്ട് അങ്ങ് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടണേ. കാരണം നമ്മുടെ ഈ ഒരു കടായി നല്ല രീതിക്ക് ഹീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പൗഡർ വീണ്ടും അതിൽ കിടന്ന് നന്നായിട്ട് ആ ഒരു ബ്രൗണിഷ് കളർ വന്നോളും. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു കളറിലാണ് നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സി ബൗളിനകത്തിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചു കൊണ്ടുവരണം കേട്ടോ. ഒരിക്കലും വെള്ളമുള്ള മിക്സി ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തരി വെള്ളം ഇല്ലാതെ നിങ്ങളതൊന്ന് ഒരു മിക്സി ബൗളിനകത്തിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചു കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളോ അല്ലെങ്കിൽ എന്താ ഞാനിപ്പോൾ കാണിക്കുന്ന പോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലോ ഒക്കെ എടുക്കുക. ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഓരോരോ കാര്യങ്ങളങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണയുടെ പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ പൊടി ചേർത്തു. പിന്നെ ഇൻഡിഗോയുടെ പൗഡർ, നീലയമരിയുടെ പൗഡർ, ഇതെല്ലാം നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി നോക്കി തന്നെ മേടിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, പിന്നീട് നമ്മൾ ചേർക്കുന്നത് നേരത്തെ നമ്മൾ തൊട്ട് മുന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന
വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കരിഞ്ജീരകവും നെല്ലിക്കയുടെ ആ ഒരു പൗഡറില്ലേ അതും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ടാണ് കേട്ടോ. അതും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊണ്ടുവരാം. എന്നതിന് ശേഷം നമ്മളോട് മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ, അത് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 150 ml കോക്കനട്ട് ഓയിൽ, ഹെന്ന പൗഡർ 2 ടേബിൾ സ്പൂൺ, ഇൻഡിഗോയുടെ പൗഡർ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്തു, കരിഞ്ജീരകം 2 ടേബിൾ സ്പൂൺ, നെല്ലിക്കയുടെ പൗഡർ മാത്രം നമ്മൾ 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1 ടേബിൾ സ്പൂൺ വറുത്തിട്ടും 2 ടേബിൾ സ്പൂൺ വറുത്തിട്ടും 1 ടേബിൾ സ്പൂൺ നമ്മൾ റോ ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും പറയുന്നത് ഈ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അത് നല്ല അടികട്ടിലൊരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെള്ളം അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു എണ്ണ ലെവൽ വരെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച് കൊണ്ടുവരാം. ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി അങ്ങ് ചൂടാക്കി കൊണ്ടുവരാം കേട്ടോ. പിന്നീട് നമ്മളിത് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ദിവസം ഈ ഒരു എണ്ണ അങ്ങനെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ ഈ ഒരു പൗഡറോട് കൂടിയിട്ടുള്ള ഈ ഒരു എണ്ണ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതങ്ങ് തണുത്തതിന് ശേഷം അങ്ങ് അരിച്ചു മാറ്റി കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. എന്നതിന് ശേഷം വേണം ഇത് ഫിൽറ്റർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് 20 മിനിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി അങ്ങ് ബോട്ടിലെടുത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഒന്ന് 2-3 തവണ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അങ്ങ് വെക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു പൗഡേഴ്സ് എല്ലാം ഒരു എണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ബോട്ടിലൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ചൂടുണ്ടാവും, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു കൂട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫിൽറ്റർ ചെയ്യാണ്. ആദ്യം തുണി ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്തു, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഓയിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓയിൽ ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ബാക്കിയുള്ള പിശിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യട്ടെ. ഞാനൊരിക്കലും സജസ്റ്റ് ആക്കില്ല, കാരണം മുന്നേ ഞാനിതുപോലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത 1 ഗ്ലാസ് ഓയിലായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയപ്പോൾ കുറഞ്ഞു പോയത് കണ്ടില്ലേ. അപ്പോൾ ഓയിൽ വെറുതെ എന്തിനു വേസ്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞിട്ട് കിട്ടിയ പിശിടൊക്കെ എടുത്ത് നമ്മൾ മുടിമേൽ വാരി അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ അപ്ലൈ ചെയ്തതല്ല പാട്, അത് കഴുകിക്കളാനായിട്ട് പെടുന്ന പാടുണ്ടല്ലോ, അത് ഭയങ്കര പാടാണ്, കഷ്ടപ്പാടാണ് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ പറയത്തില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഹെയർ ഡൈ ഓയിൽ, സൂപ്പർ നാച്ചുറൽ ഹെയർ ഡൈ ഓയിൽ. ഈ ഒരു ഹെയർ ഡൈ ഓയിൽ നമ്മൾ ദിവസേന മുടിയിൽ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നാൾക്ക് നാൾ നിങ്ങളുടെ നരച്ച മുടി കറുത്തു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഹെയർ ഡൈ ഓയിലിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ടൊന്നും കിട്ടണമെന്നില്ല. ഞാനിപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ കയ്യിൽ ഞാൻ എടുത്തപ്പോൾ തന്നെ കണ്ടില്ല, ആ ഒരു കളർ ചേഞ്ച് ഉണ്ട്. നമ്മുടെ ഹെന്നയുടെ ആ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളർ ചിലപ്പോൾ മിക്ക ആൾക്കാർക്കും കിട്ടും. പക്ഷെ നമുക്ക് മുടി കറുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് ദിവസം നമ്മളിത് അപ്ലൈ ചെയ്യണം. ഒരു 1 വീക്കോ 10 ഡേയ്സൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലത്തെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഓരോരോ പൗഡേഴ്സും ക്വാളിറ്റി ആയിട്ടുള്ള പൗഡേഴ്സ് വേണം ചെയ്യാനായിട്ട്. കലപ്പായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രമാത്രം റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നല്ലൊരു പച്ചമരുന്ന് കടയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ ഓയിൽ. ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ബോട്ടിനകത്തേക്കാണ് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കളർ കണ്ടില്ല, നമുക്ക് ബ്ലാക്ക് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് കളറായിട്ടുള്ളൊരു ഓയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.